മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത സിനിമ ഭ്രമയുഗം. ഒരുപക്ഷെ സമീപകാല മലയാള ചലച്ചിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു വമ്പൻ പരീക്ഷണം. ബ്ലാക്ക് ആൻഡ് വൈറ്റായി അഭ്രപാളികളിലേക്ക് ഒരു സിനിമ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ന്യൂജൻ തലമുറയ്ക്ക് വളരെയേറെ പുതുമയുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഏറ്റവും തുടക്കത്തിലേ വന്നതാണ്. ഒരു നല്ല സിനിമയെ, ഒരു വലിയ പ്രോഡക്റ്റിനെ എന്തുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസാകുന്നു? പ്രിയപ്പെട്ടവരെ, തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലാതെ ആ സിനിമ റിലീസാകരുത് എന്ന് പ്രേക്ഷകൻ ചിന്തിച്ചു പോകുന്നൊരു മാന്ത്രികതയാണ് ആ മേക്കിംഗ്. സിനിമയുടെ ഓരോ ഫ്രെയിമിലും തുളുമ്പി നിൽക്കുന്ന സംവിധാന മികവിൻ്റെ മേന്മയാണ് നിങ്ങളെ ഈ സിനിമയിലേക്ക് ആകർഷിക്കാനിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കെട്ടുകഥ കാണുന്ന, കേൾക്കുന്ന, അനുഭവിച്ചറിയുന്ന സുഖമുള്ള മേക്കിംഗ്. ഭ്രമയുഗം എന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ റെഫറൻസുകളിൽ ഒന്നായി മാറും എന്നതിൽ സംശയമില്ല. ആ റെഫറൻസിൻ്റെ മുൻതാളിൽ ഏറ്റവും ആദ്യത്തേത് മമ്മൂട്ടി എന്ന നടന വിസ്മയത്തിൻ്റെ ഓരോ മൈന്യൂട്ട് അഭിനയ രീതിയായിരിക്കും എന്നതിലും സംശയമില്ല. എന്തൊരു മനുഷ്യനാണ്! നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ പ്രായത്തിൽ പുള്ളി ഇങ്ങനെ, ഈ പ്രായത്തിൽ പുള്ളി അതൊന്നുമല്ല. അവിടെ പ്രായം ഒരു സംഗതിയേ അല്ല. ഉള്ളിലൊരു ബോൺ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് അദ്ദേഹം ജനിച്ചത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ശ്വസിക്കുന്നത് പോലും സിനിമയാണ് എന്നത് ഓരോ ഫ്രെയിമിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന അഭിനയ മികവാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഉറപ്പായും പുരസ്കാരങ്ങൾ നിഷേധിക്കാനാകാത്ത വണ്ണം അദ്ദേഹത്തിനെ തേടിയെത്തും എന്ന് ഏതൊരു മലയാളിക്കും സിനിമ കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി. വെറുതെ കണ്ണടച്ചുറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾക്ക് അഭിനയിക്കാനാകുമോ? വെറുതെ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ചുമ്മാ ഒന്ന് അനങ്ങുമ്പോൾ ഒക്കെ അതിനകത്ത് അഭിനയമുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യ കാലിബറുള്ളൊരു നടന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഭ്രമയുഗത്തിലെ ഈ കഥാപാത്രം, ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഞാൻ നേരിടുന്നത്, ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ട് പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആയാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് പിടിച്ച് പറയാം. മമ്മൂക്ക എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. എന്താണ് മമ്മൂക്ക ചെയ്യുന്ന ആ കഥാപാത്രം എന്നുള്ളതിൻ്റെ ഒരു ഡെപ്തുണ്ട്. അത് മലയാളത്തിൽ മമ്മൂക്ക എന്ന മഹാനടന് മാത്രം പറ്റുന്ന ഒന്നാണ്. വെച്ചല്ലേ, നമ്മൾ ആ കഥാപാത്രത്തിനെ, ആ മനുഷ്യൻ, ആ ശരീരം, ആ നടൻ പേറി നടക്കുന്നത് കണ്ടന്തം വിടും എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ നമ്മൾ തിയേറ്ററിൽ ഈ കെട്ടുകഥയ്ക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്ത് എടുത്ത് പറയേണ്ടത് ആ BGM-ആണ്. ഹോണ്ട് ചെയ്യലാണോ, അതല്ല നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിക്കുകയാണ്. ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ ഭ്രമയുഗം എന്നുള്ളതാണല്ലോ. സിനിമ ടോട്ടലി അങ്ങനെയാണ്, ഒരു ഭ്രമമാണ്. കംപ്ലീറ്റ് കാലത്തിൻ്റെയും പിന്നെ കഥാപാത്രങ്ങളുടെയൊക്കെ ഇടയ്ക്കുള്ള, നമ്മൾ ഈ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു 19 കഥാപാത്രം വന്നു പോകുന്നൊരു മമ്മൂക്ക ചിത്രം അല്ല ഇത്. ആകെ 5 പേര്, അതിൽ തന്നെ 3 പേര്, ടോട്ടൽ 5 പേരുള്ളൊരു സിനിമ. അതിനകത്ത് ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെ 3 അസാധ്യ അഭിനയ മികവ് കൊണ്ട് മികച്ചു നിൽക്കുന്ന നടന്മാർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കഥ. എന്താണ് ഇതിലെ ഭ്രമയുഗം? ഇത് ലൂപ്പാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈം ലൂപ്പിൻ്റെ കളിയാണോ, ഒരു കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു അതൊന്നുമല്ല. സിനിമ നിങ്ങൾ കാണുമ്പോൾ ഇതായിരുന്നല്ലേ ഭ്രമയുഗം എന്ന് ഭ്രമിച്ചു പോകുന്നിടത്തോളം മനോഹരമായിട്ടുള്ള തിരക്കഥ. സിനിമയുടെ BGM-ത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ആ സിനിമയ്ക്ക് ഇത്രമേൽ ഭംഗിയായി, ഇത്രമേൽ ഒരു മിസ്റ്റീരിയസ് മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നമ്മൾ അലിഞ്ഞു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് നമ്മൾ വല്ലാണ്ടങ്ങ് ഇഴുകിച്ചേർന്ന് അതിലൂടെ പോയിരുന്ന് സിനിമ കണ്ട്, സിനിമയെക്കുറിച്ചറിഞ്ഞ്, ഈ കഥ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണ് ട്വിസ്റ്റ്, ഇതാണ് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് രോമാഞ്ചം വരും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് തിയേറ്ററിനകത്ത് കയ്യടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ മേക്കേഴ്സിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അത് ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചൊരു സാറാണ്. അതായത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നു, മെഗാസ്റ്റാർ മമ്മൂക്കയെ വെച്ചിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ ഔട്ട് ഇറക്കുന്നു. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരേണ്ടതെന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്കതിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അത്രമേൽ ആത്മവിശ്വാസം ആ താരത്തിനുമുണ്ടെങ്കിലേ അദ്ദേഹം അതിന് സമ്മതിക്കുള്ളൂ. ഈ സിനിമ, വീണ്ടും പറയട്ടെ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു റെഫറൻസ് ആകാനിരിക്കുന്ന സിനിമയാണ്. 2024 ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങി എന്നൊരൊറ്റ കാരണത്താൽ. അതിനകത്തടക്കം ചെയ്തു വെച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള നിഗൂഢതകളുടെ ഭംഗിയെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലായിരിക്കണം ഒരുപക്ഷെ ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർ. ഇപ്പോൾ പിന്നെ അർജുൻ അശോകൻ്റെ പ്രകടനത്തിനെക്കുറിച്ചും സിദ്ധാർത്ഥ് ഭരതൻ്റെ പ്രകടനത്തിനെക്കുറിച്ചും പറയാതെ പോയാൽ അത് ഈ സിനിമയോടുള്ള അനീതിയാണ്. എനിക്ക് മലയാളത്തിൻ്റെ ഒരു പ്രശസ്തനായിട്ടുള്ള യുവ നടന് വേണ്ടിയിട്ട് വന്നൊരു വേഷമാണിത്. അദ്ദേഹത്തിൻ്റെ ടൈം ക്ലാഷ് ആയതുകൊണ്ടാണ് അർജുൻ അശോകൻ കാസ്റ്റ് ചെയ്യപ്പെട്ടതെന്നൊക്കെ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ
ഈ പറഞ്ഞ പോലെ ആ കാശിലേക്ക് വരാൻ പറ്റാതെ പോയ നടനുണ്ടല്ലോ, ഉറപ്പായിട്ടും ഭയങ്കര നഷ്ടമാണിത്. കാരണം അർജുൻ അശോകൻ്റെ ചരിത്രത്തിൽ, അർജുൻ അശോകൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് വേഷം എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള, അഭിനയം കൊണ്ടും ആ കഥാപാത്ര സൃഷ്ടി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നാണത്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ത്രൂ ഔട്ട്, നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു സിനിമയിൽ മമ്മൂക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ച്, ഒരു യുവ നടനെ സംബന്ധിച്ച് അസാധ്യമായിട്ടുള്ള ഭാഗ്യം കൂടിയാണ്. അത് അദ്ദേഹത്തിന് സിദ്ധിച്ചു, അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു. സിദ്ധാർത്ഥ് ഭരതനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒന്നല്ല. അദ്ദേഹം കുറേ കൂടിയൊക്കെ പോളിഷ്ഡ് ആക്ടറായിട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്ത് അഭിനയിക്കുന്നൊരു ഫീൽ ആ സിനിമയ്ക്കകത്തുണ്ട്. നമ്മളിതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ടൊക്കെ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടമാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞല്ലോ, നമ്മുടെ വാലിഭൻ വരുന്ന സമയത്ത് ഇതൊരു മുത്തശ്ശിക്കഥയാണ് എന്ന് പറയുന്നത് പോലെ ഇതൊരു മുത്തശ്ശിക്കഥയല്ല, ഒരു ഫ്യൂഷൻ കെട്ടുകഥയാണ്. നമ്മുടെയൊക്കെ കേരള സംസ്കാരത്തിലുള്ളൊരു കെട്ടുകഥ. കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കെട്ടുകഥ. അയാളുടെ ഒരു കഥ പറയുകയാണ്, അയാളുടെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ ഒരു കഥ പറയലാണ് സിനിമ. ആ കഥയെ ഒരു തൂവൽ പോലെയോ അതല്ലെങ്കിൽ ഒരു പുകമറ പോലെയോ ഒക്കെ കറക്റ്റ് അങ്ങനെ ഫീൽ ചെയ്യും നമ്മളൊരു ഭ്രമത്തിലായിപ്പോൾ. എടുത്തു പറയേണ്ടത് ഷഹനാദ് ജലാലിൻ്റെ ഛായാഗ്രഹണമാണ്. അസാധ്യമായിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കലാപരത, അദ്ദേഹത്തിൻ്റെ കഴിവിനെ അതിഗംഭീരമായിട്ട് ആവിഷ്കരിക്കുന്നതിൽ ഈ സിനിമ ഒരു വലിയ പ്ലാറ്റ്ഫോമായി എന്ന് തന്നെ പറയണം. പക്ഷേ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹം ചെയ്യുന്ന ഇത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടർ, ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തീരെ പ്രാധാന്യക്കുറവില്ലാത്ത കട്ടയ്ക്ക് നിൽക്കുന്ന ആക്ടേഴ്സ്, വേറൊരു അവസ്ഥയിലുള്ളൊരു മൂഡ്, ഒരു കളർ ടോൺ, മറ്റൊരു കാലം പോലെ നമ്മളെ തോന്നിപ്പിക്കുന്നൊരു ലൊക്കേഷൻ, അവിടെയൊക്കെ വെച്ചിട്ട് ഇത്ര ദൃശ്യഭംഗിയോടെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അപ്പോൾ ചലഞ്ചാണ് അതായത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും തോന്നില്ല. സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളെ തന്നെ ഞെട്ടലോടെ ഓർക്കുന്നൊരു സാധനമായിരിക്കും. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല. അത് തോന്നാതിരിക്കുന്നതിൽ തിരക്കഥാകൃത്തിനൊപ്പം സംവിധായകനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഛായാഗ്രാഹകൻ്റെ പങ്ക് എടുത്ത് തന്നെ പറയണം. സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, എടുത്ത് പറയേണ്ട കാര്യമാണത്. നമുക്കിത് ഫോണിൽ കാണേണ്ട പടമല്ല, ഇത് നമുക്ക് ഒരു TV സ്ക്രീനിൽ കാണേണ്ട, കമ്പ്യൂട്ടർ സ്ക്രീനിലും കാണേണ്ട സാധനമല്ല. ഇത് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണണം. വൺസ് ഇൻ എ വൈലിലൊക്കെ ബ്ലൂം ചെയ്യുന്ന ഒരു വസന്തത്തിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂ പോലെയാണ് ഈ സിനിമയെ നമ്മൾ അറിയേണ്ടത്. ഈ സിനിമ കാണുകയല്ല വേണ്ട, ഭ്രമയുഗം ഒരു പ്രേക്ഷകൻ അറിഞ്ഞിരിക്കേണ്ട സിനിമയാണ്. തിയേറ്ററിലേക്ക് പോകൂ, കുടുംബത്തിനോടൊപ്പം തന്നെ പോകൂ. ധൈര്യമായി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്ന അതിഗംഭീര ഒരു ഫ്യൂഷൻ ത്രില്ലറാണ് ഭ്രമയുഗം.